സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് CRPF അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 169ഓളം വേക്കൻസികളുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതാ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നുള്ളതാണ് CRPF. ആ CRPFിലേക്ക് സ്പോർട്സ് കോട്ട വേക്കൻസികളിലായിട്ട് 169 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഫെബ്രുവരി 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടുമുള്ള സ്പോർട്സ് ഐറ്റംസ് നോക്കാം. സ്പോർട്സ് കോട്ട വേക്കൻസികളാണ്. സ്പോർട്സ് ഐറ്റംസ് നോക്കാം. ജിംനാസ്റ്റിക്, ജൂഡോ, വുഷു, ഷൂട്ടിങ്, ബോക്സിങ്, അത്ലറ്റിക്സ്, ആർച്ചറി, റെസ്ലിംഗ്, ഫ്രീ സ്റ്റൈല്, ഗ്രീക്കോ റോമൻ, ടൈക്കോണ്ടോ, വാട്ടർ സ്പോർട്സ്, കയാക്ക്, കാനോ, റോയിങ്, ബോഡി ബിൽഡിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, സ്വിമ്മിങ്, ഡൈവിങ്, ട്രിയാത്ലോണ്, കരാട്ടെ, യോഗ, എക്വസ്ട്രിയൻ, യാച്ചിങ്, ഐസ് ഹോക്കി, ഐസ് സ്കേറ്റിംഗ്, ഐസ് സ്കീയിങ്, അങ്ങനെ എല്ലാം അടക്കം 169 വേക്കൻസികളാണുള്ളത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. recruitment.crpf.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്കുള്ള പേ സ്കെയിൽ വരുന്നത് ലെവൽ 3 പ്രകാരം 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് സാലറി വരിക. പിന്നെ മറ്റു അലവൻസുകളും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സിന് 23 വയസ്സിനിടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നീട് നിങ്ങൾ ഈ പറയുന്ന സ്പോർട്സിൽ ഒന്നില്ലെങ്കിൽ നാഷണൽ ലെവലിൽ പങ്കെടുത്തവരായിരിക്കണം. നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലോ അതായത് ജൂനിയർ അല്ലെങ്കിൽ സീനിയർ തലത്തിൽ പങ്കെടുത്തവരായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്സിലോ അങ്ങനെയൊക്കെ പങ്കെടുത്തവരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ തലത്തിൽ, അതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് സ്കൂൾ ടീമിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്തവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതിലേക്കെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ നോക്കേണ്ടതുണ്ട്. 18 വയസ്സിന് 23 വയസ്സിനുള്ളിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ SC/ST-കാരാണെങ്കിൽ 5 വർഷത്തെയും OBC-കാരാണെങ്കിൽ 3 വർഷത്തെയൊക്കെ പ്രായത്തിൻ്റെ ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ ഇത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പിന്നീട് ഇതിൽ നോക്കേണ്ടതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് നോക്കാനുണ്ട്. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കുന്നതിന് മുന്നേ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ടാണ്. recruitment.crpf.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 15-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വരുന്ന കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ല. ബാക്കി എല്ലാവർക്കും ഫീസുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശേഷം PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ ആയിരിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും, മെഡിക്കലിനൊക്കെ ശേഷമായിരിക്കും ഇതിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് എക്സാമിനേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെന്ന് വെച്ചാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ ഹൈറ്റ്, ചെസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ, അളവെടുപ്പുകളും കാര്യങ്ങളും, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻറ്റി ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ വെച്ചിട്ടായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ശേഷം നിങ്ങളെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. മെഡിക്കൽ എക്സാമിനേഷന് ശേഷമായിരിക്കും നിങ്ങളെ ഇതിലേക്ക് സെലക്ഷൻ നടക്കുക. ഓക്കെ, എന്തായാലും ഈ മാസമല്ല ഫെബ്രുവരി 15-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും സ്പോർട്സ് കോട്ടയൊക്കെ കഴിഞ്ഞ് ജോബ് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള നല്ല അവസരമാണ്, സ്ഥിരാവസരമാണ്, സ്ഥിരം ജോലിയാണ്. എന്തായാലും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.